നിങ്ങളുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന ചപ്പാത്തി ഉണ്ടോ? എന്നാൽ നമുക്കത് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഫ്രണ്ട്സ്. വേറൊന്നുമല്ല, ഇതിൻ്റെ പേരാണ് ചപ്പാത്തി നൂഡിൽസ്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നിങ്ങൾക്ക് കയ്യിലുള്ള ചപ്പാത്തികളൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് നൂഡിൽസിൻ്റെ രൂപത്തിൽ ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് 3 അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതിനുശേഷം പച്ചക്കറി കേട്ടോ ഫ്രണ്ട്സ്, ഇഷ്ടമുള്ള അത്രയും പച്ചക്കറി നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങളുടെ കയ്യിലിപ്പോൾ സവാളയും അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ തക്കാളി ഇതൊക്കെയാണ് ഉള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് ക്യാബേജ് ഒക്കെ ആഡ് ചെയ്യട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതൊക്കെ എടുത്ത് അരിയ നല്ല കുനുകുനായിട്ട് അരിയതിന് ശേഷം പാനിലേക്ക് ഓയിൽ ചൂടാക്കി ഈ പച്ചക്കറികളൊക്കെ ഇടാം. സവാള, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഓരോന്നായിട്ട് ഇടാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ആഡ് ചെയ്യട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതൊക്കെ കേടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തോട്ട് ഫ്രണ്ട്സ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാം. പിന്നെ അടുത്ത് ഞങ്ങളെടുത്ത് മുളക് പൊടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ലപോലെ മുളക് പൊടിയൊക്കെ ഇടാം. അതിനുശേഷം മുളക് പൊടി ഇട്ട് ഇളക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ്. അതിന് ശേഷം ഗരം മസാല ഈ കാര്യങ്ങളൊക്കെ പൊടി പകർന്ന് ഇടാം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് വേറെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ സോസൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാം, മുട്ടയാണെങ്കിലും ആഡ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള അനുസരിച്ചാണ് ആഡ് ചെയ്യേണ്ടത് ഫ്രണ്ട്സ്. പിന്നെ അരിയേണ്ട ഓരോ തക്കാളി എത്രയാണോ അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചാണ് കേട്ടോ ഫ്രണ്ട്സ്. അതിന് ശേഷം നമ്മുടെ ചപ്പാത്തി അതിലേക്ക് ആഡ് ചെയ്യാം ഫ്രണ്ട്സ്. അതിന് ശേഷം നല്ലപോലെ ഇളക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഓരോ പച്ചക്കറിക്ക് ശേഷം നല്ലപോലെ ഇളക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നല്ലപോലെ ഇളക്കാം, ആവശ്യത്തിനനുസരിച്ച് ഇളക്കാം കേട്ടോ ഫ്രണ്ട്സ്. നല്ലപോലെ ഇളക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി കളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ നല്ലപോലെ ഇളക്കാം. അതിന് ശേഷം അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി.